അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനൊരു പോസ്റ്റർ കണ്ടു. ഗസയിലെ മനുഷ്യരുടെ രക്ഷയ്ക്ക് പ്രത്യേക പ്രാർത്ഥന നടത്തുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ്. തിങ്കളാഴ്ച 11/8/2025 പകൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷം കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കാനും അഭ്യർത്ഥിക്കുന്നു പറഞ്ഞു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നാണ് അതിലുള്ളത്. അപ്പോൾ അവിടെ പറഞ്ഞത് മനുഷ്യർക്ക് എന്നാണ്, ഗസയിലെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. കാരണം ഗസയിൽ ചില ആൾ വിചാരിച്ചത് ഗസയിൽ മുസ്ലിമുകൾ മാത്രമാണ് ഉള്ളത് എന്നാണ്. മറിച്ച് ഗസയിൽ മുസ്ലിമുകൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ഈ ഒരു മാസത്തിന് മുമ്പ് ഒരു ക്രിസ്ത്യൻ പള്ളി അവിടെ പൊളിക്കപ്പെട്ടു, ഒരുപാട് ആൾ അവിടെ മരിച്ചു. അപ്പോൾ ചില ആൾ വിചാരിച്ചത് അവിടെ മുസ്ലിമുകൾ മാത്രമാണ്, അവിടെ മരിച്ചു പോകട്ടെ എന്ന് വിചാരിക്കുന്ന ആളുണ്ട്. അങ്ങനെയല്ല, ഗസയിൽ മറ്റു ആളുകളുമുണ്ട്, മുസ്ലിം അല്ലാത്തവരുമുണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് മനുഷ്യർക്ക് എന്നാണ്. ഉസ്താദിൻ്റെ നിലപാട് അങ്ങനെയാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു മഹാനാണ് സുൽത്താനുൽ ഉലമ. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാകട്ടെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു ജനവിഭാഗം ഇപ്പോൾ നിലവിലുള്ളത് ഫലസ്തീൻ്റെ ഗസയിലാണ്. ഭക്ഷണമില്ലാതെ പിടഞ്ഞു മരിക്കുന്നു, വെള്ളമില്ലാതെ, മരുന്നില്ലാതെ, ഹോസ്പിറ്റലൊന്നുമില്ല, അവർക്ക് വീടുമില്ല, ഒന്നുമില്ല. വയറ്റിൽ ചിലപ്പോൾ കല്ലുകൾ ഇങ്ങനെ കിട്ടുന്ന വീഡിയോകൾ വരെ നാം കണ്ടിട്ടുണ്ട്. ശരീരം ആകമാനം ഉണങ്ങിപ്പോയ ശരീരങ്ങൾ ഇങ്ങനെ കരഞ്ഞു വിളിക്കുന്ന ഒരു രൂപം നാം കാണുന്നുണ്ട്. എന്നാൽ ഈ ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ട്, പക്ഷേ കരുണ എന്നുള്ളത് അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ പാവങ്ങളുടെ വീഡിയോകൾ കണ്ട് ആസ്വദിക്കുന്ന കുറേ മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങൾ ഉണ്ട്. എന്നാൽ മനുഷ്യരായി ജീവിക്കണം. ഫലസ്തീനിലുള്ള ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ വെള്ളമില്ലാതെ ദാഹിച്ച് പിടഞ്ഞ് മരിക്കുന്നു. അത് കണ്ടുകൊണ്ട് മനസ്സ് ഉരുകാത്ത മനുഷ്യനുണ്ടാവുകയില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതാണ് മുഅ്മിനീങ്ങളായ നമ്മുടെ കടമ. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാനി യശുദ്ദു ബഅദുഹു ബഅദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ പരസ്പരം ഒരു കെട്ടിടത്തിൻ്റെ കല്ലുകളെപ്പോലെ ഒരു ഭാഗമാണ്. ഒരു കല്ല് തകർന്നാൽ എല്ലാം തകർന്നു. അപ്പോൾ മനുഷ്യർ കാരുണ്യത്തോടെ ജീവിക്കണമെന്നും കാരുണ്യത്തിൻ്റെ വിഷയങ്ങൾ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പഠിപ്പിച്ചത്? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. കാരുണ്യം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല കാരുണ്യം ചെയ്യും. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക. എന്നാൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ ആകാശത്തിൽ അധികാരമുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ജീവജാലങ്ങളോടും വലിയ കാരുണ്യം ഉള്ളവരായിരുന്നു. അല്ലാഹു തആല പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, എല്ലാവർക്കും അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങൾ അയച്ചിട്ടില്ല എന്ന്. എന്തെല്ലാം ജീവികളും എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവലായിരുന്നു, അവർക്കുള്ള സംരക്ഷണമായിരുന്നു, കാരുണ്യമായിരുന്നു. ഒരു ദിവസം ഒരു പക്ഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരുന്ന ഒരു സംഭവമുണ്ട്. പക്ഷി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയുടെ അടുത്ത് ഇങ്ങനെന്തോ പറയുന്നതായി സ്വഹാബത്ത് കാണുകയാണ്. അല്പം കഴിഞ്ഞ് ആ പക്ഷി പോയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, എന്താണ് ആ പക്ഷി വന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? ആ പക്ഷി പറഞ്ഞത്, അതിൻ്റെ 2 കുഞ്ഞുങ്ങളെ നിങ്ങളിൽപ്പെട്ട ആരോ എടുത്തിട്ടുണ്ട് എന്ന് അവലാതി ബേജാറ് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കൂട്ടിലേക്ക് തന്നെ കൊണ്ടെത്തിക്കണം. കാരണം അതിന് വേദനയുണ്ട്. നിങ്ങൾക്കുള്ള മക്കൾ എത്ര തന്നെ പ്രാധാന്യമാണോ അതുപോലെ തന്നെയാണ് ആ പക്ഷിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു സഹാബി അത് എടുത്തിരുന്നു. കാരണം എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ആ സഹാബിയുടെ കുഞ്ഞുങ്ങൾക്ക് അതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉടനെ ആ സഹാബി അതിൻ്റെ കൂട്ടിലേക്ക് തന്നെ എത്തിക്കുകയാണ് ഉണ്ടായത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും കാരുണ്യമാണ്, മുസ്ലിമിന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യമായിട്ട് വന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ ഒരു പക്ഷി മാത്രമല്ല, എന്തെല്ലാം ഒട്ടകത്തിൻ്റെ വാത്താക്കല്ലാവുതു യബക്കി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, അതായത് ഒട്ടകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്ന് അവലാതി പറഞ്ഞത്, വിഷമം പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു പുള്ളിമാൻ കെട്ടിയിട്ട പുള്ളിമാനെ അവനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, അവന് പണം കൊടുത്ത് അതിനെ കാട്ടിലേക്ക് വിട്ടയച്ച 2 കുഞ്ഞുള്ള ഒരു പുള്ളിമാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടയച്ച സംഭവം നാം കേട്ടവരാണ് പലപ്പോഴും. എന്നാൽ ഇങ്ങനെയുള്ള കാരുണ്യം ജീവികളോട് മാത്രമല്ല, മനുഷ്യരോടൊന്നും മാത്രമല്ല, എല്ലാവരോടും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണയായി കല്ലെറിയുന്ന റസൂലുള്ളാഹി പോകുന്ന വഴിയിൽ എന്തെല്ലാം വേസ്റ്റുകൾ എറിയുന്ന ഒരു പെണ്ണ്, കുറേ എപ്പോഴും അറിയുന്ന ഒരു പെണ്ണ് ഒരു ദിവസം കാണാണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ പെണ്ണ് ഇവിടെ? രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആ പെണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പെണ്ണിന് വേണ്ടി ശകാരിച്ചതല്ല, പ്രാർത്ഥിച്ചതാണ് ചെയ്തത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ശത്രുക്കൾക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ശത്രുവാണല്ലോ, എനിക്ക് ആക്രമിച്ചവനാണല്ലോ എന്ന് കാണാതെ എല്ലാവരോടും കരുണയിലാണ്, അനുഗ്രഹത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജീവിതം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുഅ്മിനായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. അവരെ ഷർപ്പെടുത്തുന്ന എല്ലാ ഷറുകളെ തൊട്ടും അല്ലാഹു തആല വലിയ കാവൽ നൽകി അല്ലാഹു തആല അവർക്ക് വേണ്ടിയതായ ഭക്ഷണവും വെള്ളവും മരുന്നും വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല വലിയ കാവൽ അവനക്ക് കഴിയുമല്ലോ. അപ്പോൾ മുഅ്മിനീങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാഹ്. അവരുടെ നിസ്കാരത്തിന് ശേഷവും ദിക്റുകൾക്ക് ശേഷവും എല്ലാ നല്ല കാര്യത്തിന് ശേഷവും പ്രാർത്ഥിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല പ്രയാസപ്പെടുന്ന എല്ലാവരുടെ പ്രയാസവും, രോഗികളായ എല്ലാവർക്കുമുള്ള രോഗം അല്ലാഹു തആല സുഖപ്പെടുത്തി ആരോഗ്യം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.